ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഓണപ്പാട്ടൊക്കെ പാടിക്കണം എന്ന് പറയുന്നത്. ഓണപ്പാട്ട് നമുക്ക് പാടിക്കാം. അത് നമ്മുടെ അനാർക്കലിയുടെ തന്നെ ഓണാടോ എന്ന ആൽബത്തിൽ നിന്നുള്ള പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ അനാർക്കലിയെ കൊണ്ട് വാർത്ത വായിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അനാർക്കലി വാർത്ത വായിക്കാൻ റെഡിയാണ്. ഓൾ ദ ബെസ്റ്റ്. ഈ വാർത്ത വായിക്കുന്നത് അനാർക്കലിയാണ്. ആദ്യം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പം ഞാൻ തിരിച്ചു തന്നാൽ മതിയല്ലോ. സാവധാനം തിരിച്ചു തരാം. തെറ്റിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വാർത്തയാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പാക്കേജാണ്. പാക്കേജ് എന്ന് പറയുന്നത് അനാർക്കലി വാർത്ത വായിക്കുന്നു, ആ വാർത്ത വരുന്നു, പിന്നെ ലൈവ് അല്ല. അപ്പോൾ അവിടുന്ന് ഒരു റിപ്പോർട്ടാണ്. അതാണ് പാക്കേജ്. പണ്ടൊക്കെ പഠിച്ചത് മറന്നുപോയോ ജേർണലിസം ക്ലാസ്സിൽ? മാറുവേല അധ്യാപകരെ നമ്മളൊന്ന് കാണട്ടെ. അപ്പോൾ നമുക്ക് പാക്കേജ് ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. അപ്പം നമ്മൾ വാർത്ത വായിക്കാൻ പോകുന്നത് അനാർക്കലിയാണ്. അപ്പം റെഡിയല്ലേ? ശരി, വായിച്ചോളൂ. ഓണക്കാലത്തേക്കുള്ള ശർക്കരയും തമിഴ്നാട്ടിൽ നിന്നാണ്. മറയൂർ ശർക്കര അടക്കം കേരളത്തിൽ ഉൽപ്പാദനമുണ്ടെങ്കിലും ആവശ്യത്തിന് ലഭിക്കുന്നില്ല. തമിഴ്നാട് തേനി ജില്ലയിൽ നിന്നാണ് മധ്യ കേരളത്തിലേക്ക് ശർക്കര എത്തുന്നത്. മഴ കുറഞ്ഞത് ഉൽപ്പാദനവും കുറയാൻ കാരണമായത് കർഷകർ പറയുന്നു. കിലോയ്ക്ക് പരമാവധി 60 രൂപയാണ് വില. അടിപൊളി, സൂപ്പർ, എക്സലന്റ്. അപ്പൊ പാട്ട് പാടും, ഡാൻസ് ചെയ്യും, ചിത്രം വരയ്ക്കും, വാർത്തയും വായിക്കും. നമുക്ക് ഈ പരിപാടി സ്ഥിരമാക്കിയാലോ? കോഫി വിത്ത് അരുണൻ അനാർക്കലിക്കും താല്പര്യമാണ്. അപ്പൊ അനാർക്കലി വാർത്ത വായിച്ചിരിക്കുന്നു. ഫുൾ മാർക്ക് അല്ലേ? ഒരു തെറ്റുമില്ല, കൃത്യമായി തന്നെ വായിച്ചു. പരമാവധി 60 രൂപയാണ് ശർക്കരയ്ക്ക് വില എന്ന് പറയുന്നു. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടിട്ട് വരാം. ഉത്സവങ്ങളുടെ നാടായ കേരളത്തിന് ഒരു വർഷം ആവശ്യമായി വരുന്നത് ടൺ കണക്കിന് ശർക്കരയാണ്. ലോകപ്രശസ്തമായ മറയൂർ ശർക്കര കൂടാതെ കോട്ടയത്തും പത്തനംതിട്ടയിലും ശർക്കര ഉൽപാദനം നടക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാടിന്റെ സഹായമില്ലാതെ കേരളത്തിന് ആവശ്യമായ ശർക്കര ലഭിക്കില്ല എന്നതാണ് വാസ്തവം. ഓണം പടിവാദത്തിലെത്തി. ഇതോടെ തമിഴ്നാട്ടിലെ കരിമ്പൻ തോട്ടങ്ങളിലെല്ലാം ശർക്കര നിർമ്മാണം ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. நிறைய அந்த சரக்கு பூரா கேரளாவுக்கு தான் போகுது. தேனி மாவட்டத்தில் வெள்ளம் பூரா அதிகமாக போகிறது கேரளாவுக்கு தான் போகுது. இங்கே நல்லா இருக்கும், நல்ல டேஸ்ட்டாக இருக்கும். கெமிக்கல் அதிகமாக போட்டதால வேறு எங்கே தயார் பண்ணாலும் கெமிக்கல் போடத்தான் வரேன். இங்கே அது அப்படி போடணுன்ற அவசியம் இல்லை, தேவையும் இல்லை. ഓണപ്പൂക്കളത്തിനുള്ള പൂക്കൾ തമിഴ്നാട്ടിൽ നിന്നും, സദ്യയൊരുക്കാനുള്ള പച്ചക്കറിയും പലവ്യഞ്ജനവും തമിഴ്നാട്ടിൽ നിന്നും, ഏറ്റവും ഒടുവിൽ പായസത്തിനുള്ള ശർക്കരയും തമിഴ്നാട്ടിൽ തയ്യാറാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ തേനി. ഓക്കെ, താങ്ക് യു. അപ്പോൾ സംഭവം ശർക്കരയ്ക്കൊക്കെ വില കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ മറന്നുപോയി, ഓണവിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് വിഭവമാണ്? പൈനാപ്പിൾ പച്ചടി. പൈനാപ്പിൾ പച്ചടി. എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് പൈനാപ്പിൾ പച്ചടിയാണ് ഇഷ്ടപ്പെട്ട സദ്യയിൽ ഏറ്റവും ഐറ്റം എന്ന് കേൾക്കുന്നത്. മധുരമുള്ള കറി ഭയങ്കര ഇഷ്ടം. മധുരവും പിന്നീട് കുറച്ചിരിയും അല്ലേ? അടിപൊളി കേട്ടോ. പൈനാപ്പിൾ പച്ചടിയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കാം. പലരും പലതാ പറയുക അല്ലേ? പാലട പറയും, ചക്കാട പറയും, പഴവട പറയും. പായസങ്ങളിൽ ഏറ്റവും ഇഷ്ടം ഏതാ? എനിക്ക് ഓണത്തിനൊക്കെ പാലട തന്നെ ഇഷ്ടം. പക്ഷേ പൊതുവെ നമ്മൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കുന്നത് ഉമ്മ ഉണ്ടാക്കുന്ന സേമിയ പായസമാണ്. കുറച്ച് എളുപ്പം നടക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നു, എന്താ രസം ഈ കുട്ടി പാടുന്നത് കേൾക്കാൻ, മോർണിംഗ് തന്നെ വൈബായി എന്ന് ശ്രീജിത്ത് എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇരുത്തം വന്ന വാർത്താ വായനക്കാരി എന്നാണ് മാത്യു ചേട്ടൻ്റെ അഭിപ്രായം. ഇരുത്തം വന്ന വായനക്കാരി അരുൺ സാറേ തിരികെ വിടണ്ട എന്ന് സന്ദീപ് CK എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു. താങ്കൾക്ക് മറ്റൊരു സമീറ മാസ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയുടെ അഭിപ്രായം, താങ്കൾ കേരളത്തിൻ്റെ ശ്രേയാ ഘോഷാലാണ്. അപ്പോൾ കൊള്ളാം. അപ്പോൾ അരുൺ മോനെ, ഓണ ദിവസങ്ങളിൽ മോൻ്റെ കുടുംബാംഗങ്ങളെ കൂടി ചാനൽ പരിചയപ്പെടുത്താമോ എന്ന് ബീന മജോൻ ചോദിക്കുന്നു. നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് ബീന ചേച്ചി. താങ്ക് യു. അപ്പോൾ എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെട്ടു. റിപ്പോർട്ടർ TVക്കും കുടുംബത്തിനും ഓണാശംസകൾ എന്ന് പറയുന്നു. ദെൻ ഒരുപാട് പ്രേക്ഷകർ കമൻറ്റുകളുമായി വരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നമുക്ക് ഒരു ഓണപ്പാട്ട് വേണം എന്ന് പ്രേക്ഷകർ പറഞ്ഞു. അപ്പോൾ ഓണാടോ പാടിച്ച് നമുക്ക് അനാർക്കലിയെ യാത്ര അയക്കാം. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് അനാർക്കലി വരും. നമുക്ക് കോഫി വിത്ത് അരുണൻ അനാർക്കലി അവതരിപ്പിക്കാം അല്ലേ? നല്ല പാട്ടുകളുമായിട്ടൊക്കെ അനാർക്കലി വരും. വാർത്തകൾ കുറയുന്ന ദിവസങ്ങളിൽ നമ്മൾ അനാർക്കലിയെ ക്ഷണിക്കാം. അനാർക്കലി തൊട്ടടുത്ത താമസം അല്ലേ? രാവിലെ വിളിച്ചേക്ക് പോരും. അപ്പോൾ നമുക്ക് രാവിലെ വാർത്തയൊക്കെ വായിപ്പിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഞങ്ങൾ എത്താം. അപ്പോൾ പ്രേക്ഷകർക്ക് ഈ കോംബോ ഇഷ്ടമായി എന്ന് കരുതുന്നു അല്ലേ?
കംഫർട്ടബിൾ അല്ലേ? നല്ലൊരു കോംബോ. അല്ലേ, രസമല്ലേ? അതെ അതെ. വാർത്ത വായിക്കാനൊരു രസം, പാട്ട് പാടാം അല്ലേ, കാര്യങ്ങളൊക്കെ അറിയാം, ഒരു പോസിറ്റീവാണ്. അത്രേ ഉള്ളൂ.